ഡോണി ഇയാളുടെ പ്രശ്നമൊക്കെ എനിക്ക് ആക്ച്വലി മനസ്സിലായി. ഫ്രണ്ട്സ് പോയതിൻ്റെയും അവർ വിളിക്കാത്തതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെയാണ് ഇപ്പോൾ ആക്ച്വലി ഡോണിക്കുള്ളത്. ഡോക്ടർ, അവരാണ് നിന്റെ ലോകം. എനിക്ക് മനസ്സിലായി ഡോണി. പക്ഷേ ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ ലൈഫ്. അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ. കൂട്ടുകാരാണ് നിന്റെ ലോകം നീ കരുതുമ്പോൾ ഇയാളെ മാത്രം സ്വപ്നം കണ്ട് തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളില്ലേ വീട്ടിൽ? ഡോണിൻ്റെ ഫാദർ. ഡോണിൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നില്ല, ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡോണിൻ്റെ ഫാദറിന് എത്ര വിഷമമുണ്ടാവും. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങളുള്ള ആളാണ് ഇയാളുടെ ഫാദർ. പിന്നെ എല്ലാ കാലം ഈ ഫ്രണ്ട്സ് കൂടെ ഉണ്ടാകാൻ തോന്നുന്നുണ്ടോ ഡോണിക്ക്? ഡോണി, നമ്മുടെ ജീവിതത്തിൽ അൺഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങളാണേലും സിറ്റുവേഷൻസ് ആണേലും ലെറ്റ് ഗോ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആക്ച്വലി ദർ ഇസ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ഫോർ യു. ലെറ്റ് ഗോ ദ പാസ്റ്റ് ആൻഡ് അക്സെപ്റ്റ് ദ ലെസൺ. ചാച്ച, ചാച്ചനോട് ക്ഷമിക്കും. അന്നേരം ദേശത്തിന് പറയാൻ പാടത്തെല്ലാം പറഞ്ഞു ഞാൻ. അമ്മ പോയ ശേഷം ഒരു കുറവും എനിക്ക് ചാച്ചൻ വരുത്തിയിട്ടില്ല. ചാച്ച, ചാച്ച, അവരെല്ലാം പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോലെ തോന്നി ചാച്ച. നീ അല്ലാതെ എനിക്ക് ആരാണുള്ളത്? ചാച്ച, ഞാൻ ചാച്ച, നീ അല്ലാതെ വേറെ ആരാണ് എനിക്കുള്ളത്? അവരെല്ലാം പോയ ശേഷം എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കണ പോലെ തോന്നി ചാച്ച. ചാച്ചനോട് ക്ഷമിക്കും. ഇനി ആ ചാച്ചനെ സങ്കടപ്പെടുത്തില്ല. ഹലോ ചാച്ച, ഞാൻ പള്ളിയിൽ. ആണോ? ഞാൻ വരാം ചാച്ച. മോനെ, കുറേ ദിവസം കൂടിയാ അവനോട് സംസാരിക്കുന്നേ. ഒരുപാട് സന്തോഷം എനിക്ക്. ഇന്നലെ രാത്രി സന്തോഷം കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാ കാലത്ത് തന്നെ നിന്നെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചേ. മോനെ കെവിനെ, മക്കൾക്ക് വേണ്ടിയല്ലടാ ഞങ്ങളൊക്കെ ജീവിക്കുന്നേ. അവർക്കെന്തെങ്കിലും പറ്റിയ പിന്നെ ചാച്ച അങ്ങനെയൊന്നും പറയാം. അവള് പോയതിനു ശേഷം വേറൊരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല മോനെ. മോനറിയാലോ, അവനായിരുന്നു എൻ്റെ ലോകം. മോനെ, നിന്നോടല്ലാണ്ട് വേറെ ആരോടാ ഞാനിത് പറയാം? കെവിനെ,
അവനെല്ലാവരും നിർപ്പിച്ചുടാ, അവളുടെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും. എനിക്കറിയാം അമ്മ എന്നോട് പെരുമാറിയതല്ല. നീ എന്ന് മറക്കണം. ചാച്ച, അവൻ എന്നോട് എങ്ങനെ പെരുമാറിയാലും അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ. ഞാൻ അവനോട് സംസാരിക്കാൻ ചാച്ച. ഞാൻ കൂടെ ഉണ്ടെന്നേ. ചാച്ചൻ ധൈര്യമായിട്ടിരിക്കും. ഡാ, ഞാൻ വീട്ടിൽ പോയിരുന്നു. ചാച്ചനാ പറഞ്ഞ നീ ഇവിടെ ഉണ്ടാവും. ഇതാ നിനക്ക് അമ്മ വന്ന് വിട്ടാ. എത്ര നാളായടാ നിൻ്റെ ഒപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്? നീ ഓർക്കുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് നിൻ്റെ ഒപ്പമാണ്. വൈകുന്നേരങ്ങളിൽ എപ്പോഴും നമ്മളിവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ നമ്മൾ... നീ എന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ മുഖം എന്നാടോ വല്ലാതിരിക്കുന്നേ? മനസ്സിൽ വല്ലാത്ത ഭയം തോന്നുള്ളാ. ലൈഫൊക്കെ ആകെ കഴിയുന്നുള്ള പോലെ. ഞാനുള്ളപ്പോഴോ? നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇനി എന്താ നിന്റെ പ്ലാൻ? ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ? ഇവിടെ നിന്ന് മാറി നിൽക്കണ. പല മനസ്സൊന്നും ശാന്താവുള്ളൂ. എന്നാ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എവിടേക്ക്? അതൊക്കെ ഉണ്ട്. നീ വാ. നീ റെഡിയാണോ? ആ. അച്ഛാ, ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ. ആ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിന്നെ എന്നാ വിശേഷമൊക്കെ? സൗഖ്യമാ? ഓ, സുഖമായിരിക്കുന്ന അച്ഛാ. ആ, ഇരിക്കുക. അച്ഛാ, ഇത് ഇത് നമ്മുടെ ഡോണി ഇല്ലയോ? എൻ്റെ ഡോണി, ഈ കെവിന് നിന്നെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. അപ്പം ഞാനാ പറഞ്ഞ് എനിക്ക് ഡോണിയെ ഒന്ന് കാണണമെന്ന്. അച്ഛാ, എന്നാ നിങ്ങൾ സംസാരിച്ചില്ലേ? ശരിടാ പോയി. എടാ, ഞാൻ പുറത്തുണ്ട്. പിന്നെ എന്നാ ഡോണി, നമുക്കൊന്ന് നടന്നാലോ? അച്ഛൻ എത്ര വർഷമായി ഇവിടെ? ഞാൻ ഏകദേശം ഒരു 4 വർഷമായിടാ ഇവിടെ. എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലം? ആ, അതെ അതെ. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ടാ. ഞാൻ ആദ്യം ഈ കപ്പൂച്ചനച്ചന്മാർ കാണുന്നത്. ദൂരം നിന്നൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഏകദേശം ഈ കാണാൻ പറ്റുന്ന കത്തനാർ പോലെ. ഡോണി, ഞാൻ സത്യത്തിലൊരു അച്ഛനാകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണമെന്ന് അവനല്ലേ തീരുമാനിക്കുന്നത്. ഞാനൊക്കെ തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ പക്ക തല്ലിപ്പൊളി. ഓ, ഒന്നും പറയണ്ട. കൂട്ടുകാരായിരുന്നടാ എൻ്റെ ലോകം.
അമ്മയെക്കാളും അപ്പനേക്കാളും ഒക്കെ വിശ്വാസം എനിക്ക് അവന്മാരായിരുന്നു. ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ സിനിമ, ക്ലബ്ബ്. പക്ഷേ ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടെ മൂന്നാറിനൊരു ട്രിപ്പ് അങ്ങ് പ്ലാനിട്ടു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, പൈസയൊന്നും കയ്യിലില്ലല്ലോ. വീട്ടിൽ നിന്നാണെങ്കിൽ 1 രൂപ പോലും കിട്ടുകയെന്ന് നല്ല ഉറപ്പും. എന്നിട്ട് ഞാനന്ന് എൻ്റെ വല്യമ്മച്ചിയുടെ അടുത്ത. അന്ന് രാത്രി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, നമ്മുടെ നാട്ടിലൊരു വലിയ പൈസ ടീമുണ്ടേ, റബ്ബർ തോട്ടവും തെങ്ങും തോപ്പൊക്കെ ആയിട്ടേ, അയാളുടെ വീട്ടിൽ കയറി 10-15 റബ്ബർ ഷീറ്റ് അങ്ങ് മോഷ്ടിച്ചു, പിടിച്ചു. പിറ്റേന്ന് പേര് വന്നപ്പോൾ അവന്മാർ എൻ്റെ പേരും അങ്ങ് പറഞ്ഞു. സത്യത്തിൽ ഞാനിതറിയാത്ത കാര്യമാണ്. എന്നിട്ടെന്തുണ്ടായി? നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുമ്പിൽ കള്ളനായി. ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചിരുന്ന സമയം. നാണക്കേടിനേക്കാളുമേ ചെയ്യാത്ത തെറ്റിന് പഴി കേട്ട് പോയല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ട്. കുറേ നാളത്തേക്ക് വീട്ടിൽ തന്നെ. അമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം കൂടുതൽ മോശമായതൊന്നും സംഭവിച്ചില്ല. പിന്നെ പലരും നിർബന്ധിച്ച് ധ്യാനത്തിന് വിട്ടു. അവിടെ വെച്ച് ഞാനൊരു പുതിയ മനുഷ്യനായി. എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. പിന്നെ അങ്ങ് സെമിനാരിൽ ചേർന്നു. അങ്ങനെ നിന്റെ മുമ്പിലിരിക്കുന്ന ഡേവിഡ് അച്ഛനാണിപ്പം. ധോണി കുടിക്കേ. എടാ ധോണി, ഇന്നൊക്കെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറുണ്ട് അച്ചോ. ഇടയ്ക്കേ ട്രിപ്പൊക്കെ ഒന്ന് പോകണം. യാത്രകൾക്കിടയിലാണ് നല്ല നല്ല ആൾക്കാരെയൊക്കെ കാണാനും നല്ല നല്ല അനുഭവങ്ങളൊക്കെ ലഭിക്കുന്നതും. അങ്ങനെ ഞാനും പോയൊരു യാത്രയിലാണ് കെവിനെ പരിചയപ്പെടുന്നത്. ബസ്സിലടുത്തായി ഇരുന്നിട്ട് പോലും അവൻ എന്നോടൊരക്ഷരം പോലും സംസാരിച്ചില്ല. പുറത്തേക്ക് നോക്കി അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാനവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അവൻ എന്നോട് സംസാരിക്കാൻ തയ്യാറായത്. അങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾ നല്ല കമ്പനിയായി. അന്നവൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ പ്രിയ സുഹൃത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവും അവൻ ആ യാത്രയിലാണ് എന്നോട് പറഞ്ഞത്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഇടയ്ക്ക് പുള്ളി എന്നെ കാണാൻ വന്നു. കൂടെ ഡോണിയുടെ ചാച്ചനും ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയതിൻ്റെ കൂട്ടുകാരനെ തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു അവൻ്റെ ആവശ്യം. ചാച്ചന് തൻ്റെ മകനെ തിരികെ വേണമെന്ന്. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണല്ലോ അവൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്നേഹിതൻ്റെ ആവശ്യം എനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേ ഡോണി? അതെ അച്ചോ, എനിക്ക് മനസ്സിലായി. അവനാണ് എൻ്റെ യഥാർത്ഥ സ്നേഹിതൻ. അത് ഞാൻ അറിയാൻ വൈകിപ്പോയി അച്ചോ. എന്നാ ഡോണി, കെവിൻ വെയിറ്റ് ചെയ്യല്ലേ? നമുക്ക് പോവാം. ശരി അച്ചോ, പോവാം. കെവിനെ, ഒറ്റയ്ക്കിരുന്ന് മടുത്തോ? ഇല്ല ചാ. ആ, അതാണ് കൂട്ടുകാരന് വേണ്ടി ഇരിക്കുമ്പോൾ എങ്ങനെ എടുക്കാനാണ്, അല്ലേ ഡോണി? നമ്മുടെ ജീവിതത്തിലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ അവിടെ വെച്ചേ ഒരു യഥാർത്ഥ സുഹൃത്ത് ആരാന്നാ ഡോണിയോട് പറഞ്ഞേ? ഇവനാച്ചാ, ഇവനാണ് എൻ്റെ നിധി. എടാ മക്കളെ, ഞങ്ങൾ ഈ അച്ഛന്മാര് വിവാഹ സമയത്ത് വധൂവരന്മാരെ ആശീർവദിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ആവശ്യ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥന.